കൊച്ചിക്കാർക്ക് സുപരിചിതനായ BJP പ്രവർത്തകൻ CG രാജഗോപാൽ എന്ന മുത്തു ഇത്തവണ ജനവിധി തേടുകയാണ്. രവിപുരം 10ാം വാർഡിലെ വോട്ടർമാരെ നേരിൽ കണ്ട് പാട്ടുപാടി വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ്. കൊച്ചി കോർപ്പറേഷനിലെ രവിപുരം 10ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി CG രാജഗോപാലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. CG രാജഗോപാൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ മുത്തു എന്ന് പറഞ്ഞാൽ സുപരിചിതനാണ് എറണാകുളം ജില്ലയ്ക്കും ഓരോ ആളുകൾക്കും. നമ്മുടെ സ്വന്തം മുത്തുച്ചേട്ടനാണ്. അതെ, എന്നാലും പ്രചാരണ തിരക്കിലാണ്, വോട്ടർമാരെയൊക്കെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. മുത്തുച്ചേട്ട, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സന്തോഷം, നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം. ഇത് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ശരിയാണ്, തത്വത്തിൽ പറഞ്ഞു തരുക. പക്ഷെ എൻ്റെ കുടുംബാംഗങ്ങളുടെ അടുത്ത് വരികയാണ് ഞാൻ പ്രത്യേകിച്ച് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചോദിച്ചില്ലെങ്കിൽ പഴയ കാലത്തൊക്കെ പറയും എൻ്റെ അടുത്ത് മിണ്ടിയില്ല എന്നൊക്കെ ചോദിക്കും. ഇത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് എൻ്റെ കുടുംബാംഗങ്ങളാണ്. എനിക്ക് ഏറ്റവും ശക്തിയും എനിക്ക് ഏറ്റവും സൗഭാഗ്യങ്ങളും എന്നോട് ഏറ്റവും സ്നേഹം കാണിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തികൾക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആ സന്തോഷത്തിൽ ഏറ്റവും ആ ഒരു മുഹൂർത്തത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രവിപുരം തന്നെ സ്വീകരിച്ചതും അല്ലേ? അല്ല, രവിപുരം ഞാൻ ജനിച്ചു മാറിയ സ്ഥലമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് കൊച്ചി രണ്ടല്ല, ഞാനും കൊച്ചിയും ഒന്നാണ്. കൊച്ചി ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ കൊച്ചിയില്ല എന്ന് പറയാനാണ്. ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. നോമി കേട്ടിട്ടുണ്ടോ പാട്ട്? തകർത്ത് പാടാം. കൂടെ പാടോ? കൂടെ പാടോ? പ്രിയരാം കൊച്ചിക്കാരേ, എൻ മനമറിയും പ്രിയ സോദരരേ, താമരയിൽ നിങ്ങൾ വോട്ടുകൾ നൽകുമ്പോൾ ഭാവിതൻ ജീവിതം ബാസുരമായി. പ്രിയരാം കൊച്ചിക്കാരേ, എൻ മനമറിയും പ്രിയ സോദരരേ, താമരയിൽ നിങ്ങൾ വോട്ടുകൾ നൽകുമ്പോൾ ഭാവിതൻ ജീവിതം ബാസുരമായി. അപ്പൊ പാട്ട് പാടി വോട്ട് പിടിക്കുകയാണ്. ഈ പാട്ടും ഈ ചിരിയും വോട്ടായി മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എല്ലാം നമുക്ക് വോട്ടാണ്. അത് നരേന്ദ്രമോദി ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് CG രാജഗോപാലിനല്ല, ഈ രാജ്യത്തിന് വേണ്ടി BJPക്ക് താമരയ്ക്ക് നൽകുന്ന ഓരോ വോട്ടും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഭിമാനത്തിനും ലോകോത്തരമായ ഉയർച്ചയ്ക്കും വേണ്ടിയുള്ളതാണ്. ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതിന് ഞാൻ വരും. ഇടതുപക്ഷത്തിന്റെ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ്. സിനിമയിലുണ്ട് ശശികല. ശശികല ചേച്ചിയല്ലേ? ചേച്ചിയെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ചേച്ചി എനിക്കൊരു ജ്യേഷ്ഠ സഹോദരിയെ പോലെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് രാജ്യമാണ്, വ്യക്തിയേക്കാൾ പ്രാധാന്യം രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് ചേച്ചിയെ സാധാരണ പറഞ്ഞു വരുമ്പോൾ ചേച്ചിക്കൊപ്പം മത്സരിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഞാൻ രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു. ഒരു നല്ല സ്ത്രീ, അവരോടൊപ്പം മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. വിജയം ആർക്കെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അല്ലേ? കോർപ്പറേഷനിൽ എത്ര വർഷം മുൻപായിരുന്നു? അല്ലല്ലോ, കോർപ്പറേഷനിൽ ഞാൻ 2011 അസംബ്ലിയിൽ. അന്ന് BJP അത്ര ആയിട്ടില്ല. 2019 ബൈ ഇലക്ഷൻ എറണാകുളത്ത്, പിന്നെ 2021 കൊച്ചി. അപ്പോൾ എറണാകുളവും കൊച്ചിയും എനിക്കെന്താ എൻ്റെ സ്കൂട്ടർ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സ്കൂട്ടർ ഓടിച്ച് പോയി കഴിഞ്ഞാൽ കണ്ണടച്ച് പോയാലും 1:30 എൻ്റെ റോഡിൽ കൂടെ എൻ്റെ സ്കൂട്ടർ കൊണ്ടുപോകും. ആ സ്കൂട്ടർ എൻ്റെ കൂടെ ഉണ്ട് ഫുള്ളും. അതാണ് എനിക്ക് കൊച്ചിയായിട്ട് പോകുന്നത്. ഒരു വെള്ളത്തിൽ നിന്ന് ഒരു മീനെടുത്ത് നമ്മൾ കരയിലേക്ക് ഇട്ടാൽ ആ മീൻ ചത്തുപോകും. അതുപോലെയാണ് കൊച്ചിയിൽ തന്നെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകും. അപ്പൊ എന്തായാലും മുത്തുച്ചേട്ടന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്താവശ്യത്തിന് നമ്മൾ വിളിച്ചാലും ഓടിയെത്തി. അതെ, 24/7 അവൈലബിൾ ആകുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങളോ എന്ത് സംഭവം നടന്നാലും ആദ്യം മുത്തുച്ചേട്ടനായിരിക്കും വിളിച്ചു ചോദിക്കുക. അത് കൃത്യമായി ഫോൺ എടുക്കുകയും ചെയ്യും, ആ മറുപടി തരുകയും ചെയ്യും. അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ ഫോണിൽ 22,000 നമ്പറാണുള്ളത്. ഫോണിന് താങ്ങാൻ പറ്റുന്നില്ല. ബാലു ഒരു ഫോൺ മേടിച്ചു തരണം കേട്ടോ, നല്ല ഫോൺ. 22,000 പേരും വോട്ടായിട്ട് കിട്ടും. അല്ല, ഇത് കൊച്ചി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുണ്ട്. ഇതിൽ സാധാരണക്കാർ, അതായത് ഈ പുല്ല് വെട്ടുന്ന ആൾ തൊട്ട് തേക്കുന്ന മുത്തുച്ചേട്ടൻ വരെ പിന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുള്ളത്, എത്ര തിരക്കിലാണെങ്കിൽ പോലും ഒരാളുടെ ഫോൺ പോലും അവോയ്ഡ് ചെയ്യില്ല. എത്ര തിരക്കിലാണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം, വീട്ടിലെ പല വ്യക്തികൾ ഞാൻ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പം മിക്കവാറും യാത്ര ചെയ്യുന്നതാണ്. അവരവരുടെ വീടുകളിലെ ചെറിയ ആവശ്യങ്ങൾ പോലും അഭിപ്രായം വിളിച്ചു ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്താണ്. ഞാൻ ചോദിക്കാറുണ്ട്, ഇത്
അത് സാധാരണക്കാർ ചെറിയ ആളുകളൊന്നുമല്ല, അത്രത്തോളം പ്രായത്തിൽ മുതിർന്ന ആളുകൾ പോലും മകളുടെ കല്യാണം, എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ, അതെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം, എഡ്യൂക്കേഷൻ, എല്ലാ കാര്യത്തിനും അഭിപ്രായം തരുന്ന ഇദ്ദേഹത്തോട്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര, എൻ്റെ കൂടെ പഠിച്ചതാണെന്ന് പറയുമ്പോൾ ഇത്രത്തോളം ആളുകളിലേക്ക് അഭിമാനം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. രവിയേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിപ്പോൾ വരുന്ന സമയത്ത് അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ജനപ്രതിനിധി എങ്ങനെയാകണം, അല്ലെങ്കിൽ ഒരു വാർഡിനെ പ്രതി ഒരു കൗൺസിലറോ ഒന്നും അല്ല, പക്ഷേ മുത്തുച്ചേട്ടൻ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടാകും. നമ്മുടെ എപ്പോൾ ഫോൺ വിളിച്ചാലും എടുക്കും. ഒരു ജനപ്രതിനിധി എങ്ങനെയാകണം എന്ന് പലപ്പോഴും മാതൃകയായിരിക്കുന്ന ഒരാളും കൂടിയാണ് മുത്തുച്ചേട്ടൻ. അപ്പോൾ എങ്ങനെയുണ്ട് മുത്തുച്ചേട്ടൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ നോക്കിക്കാണും? ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നല്ല നല്ല ചാൻസ് ഉണ്ട്. എനിവേ നമുക്കത് ഇനി അത് വോട്ടാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രവിപുരത്തെ 10ാം വാർഡ് സ്ഥാനാർത്ഥിയായി BJPയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന CG രാജഗോപാലാണ് നമ്മളോട് ഇത്രയും നേരം വിശേഷം പങ്കുവച്ചത്. CG രാജഗോപാലിന് അപ്പുറത്തേക്ക് മുത്തു എന്ന പേരിലാണ് ഈ കൊച്ചിക്കാർക്ക് സുപരിചിതനായിരിക്കുന്നത്. എന്തായാലും അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. ഒപ്പം പാട്ടും ചിരിയുമായി അങ്ങനെ പ്രചാരണം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.